ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളിടത്താണ് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജുവിൻ്റെ അവിടെ വലിയ ചർച്ചയായി. അത് വിജയമായിരുന്നു ആ ഓണത്തിന്. പക്ഷേ സിജുവിന് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് സിജു നമ്മുടെ നിന്നും കിട്ടത്തില്ല, വലിയ കയ്യിൽ നിന്നൊക്കെ പോകും, ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ മാറും. എന്തുകൊണ്ടോ അതുണ്ടായില്ല. അതാണ് സിജു സിനിമ. അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല, സിനിമയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അതവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ ഒരു എന്താ പറയുക, ആ ചെയ്ത എഫർട്ടിന് അനുസരിച്ചുള്ള ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല. എനിക്കത് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. വന്നിരിക്കും സിജുവിന് വേണ്ടി. അതിനുള്ള പ്ലാനുണ്ട് കേട്ടോടി, അതിനുള്ള പ്ലാനുണ്ട്. ഒരു വലിയ ചിത്രം പ്ലാൻ ചെയ്യാൻ നമ്മൾ വരുന്നതാണ്. ഡോസ് അതിനു മുമ്പ് എൻ്റെ ആ ചിത്രത്തിന് സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോസ് നല്ലൊരു ഡോസായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് കൊടുക്കട്ടെ. ഇതെനിക്ക് തോന്നുന്നത് കേട്ടിട്ട്, പേര് കേട്ടിട്ട് ഇതൊരു മെഡിക്കൽ ത്രില്ലറാന്ന് തോന്നുന്നു. അഭിലാഷിൻ്റെ ഒരു എന്താ പറയുക, ഒരു പരീക്ഷണ ചിത്രമാണിതെന്ന് തോന്നുന്നു. അഭിലാഷിന് എല്ലാ വിജയങ്ങളും നേരുന്നു, നിർമ്മാതാക്കൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും നല്ല സിനിമകൾ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സമയമാണിത്. ആരഭിനയിക്കുന്നോ ആര് ഡയറക്റ്റ് ചെയ്യുന്നോ ഒന്നുമല്ല, നല്ല പ്രോഡക്റ്റ് ഓഡിയൻസിന് കിട്ടിയാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ ഇന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതിനൊരു ചേഞ്ചായിട്ട് തന്നെ ഡോസ് വളരെ ഡിഫറെൻ്റായിട്ട് വരട്ടെ. ഇതിൻ്റെ എല്ലാ ക്രൂവിനും ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ്. സോ എന്താണ് ഈ ഒരു മൊമെന്റ്സിൽ പറയാനായിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ സാറ് അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ വീട്ടുപടിക്കൽ ഒരു 3-4 തവണ പല കാലയളവിൽ ഞാൻ ചെന്നിട്ടുണ്ട്. ആദ്യകാലത്ത് അഭിനയിക്കാനും പിന്നീട് സംവിധാന അസിസ്റ്റന്റ് ആവാനായിട്ടും. അങ്ങനെ സാറ് ഒരു ടൈം ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചാനലിലുള്ള സമയത്ത് സാറിന് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാനുള്ള ഭാഗ്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നിമിഷത്തിൽ സാറോട് എത്തിയത് എന്താ പറയണ്ടേ, ദൈവാനുഗ്രഹവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. താങ്ക് യു സർ.